ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ചാപ്റ്റർ 4.3 ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ്, കോസ്റ്റ് സെന്റർ, കോസ്റ്റ് യൂണിറ്റ് ആൻഡ് കോസ്റ്റ് ഡ്രൈവേഴ്സ് ഈ ഒരു ഭാഗം ഡിസ്കസ് ചെയ്യാണ്. ആദ്യമായിട്ട് എടുക്കുന്ന പോയിന്റ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ്. ഇത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് ഡിസ്കസ് ചെയ്ത അതേ കാര്യം റിപ്പീറ്റ് ചെയ്യുകയാണ് കേട്ടോ. കോസ്റ്റ് എന്താണെന്നുള്ള കോസ്റ്റ് രണ്ട് തരത്തിൽ നമ്മൾ പറയുന്നുണ്ട്, നൗൺ ആയിട്ടും പറയുന്നുണ്ട്, വെർബ് ആയിട്ടും പറയുന്നുണ്ട്. കോസ്റ്റ് നൗൺ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ incurred on or attributable to a specified thing or activity. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകളെല്ലാം അതിനെ നമ്മൾ എന്ത് പറയുന്നത്, അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ, അതിന്റെ എക്സ്പെൻഡിച്ചേഴ്സ് ആ പ്രൊഡക്റ്റിലേക്ക് ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ അതെല്ലാം എന്താണ്, അതിന് കോസ്റ്റ് എന്ന് പറയാം അല്ലെ. അതേസമയത്ത് വെർബായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെർബ് ഒരു ആക്ടിവിറ്റി ആയിരിക്കും അല്ലേ. അപ്പൊ അവിടെ നമ്മൾ ഇതിന് പറയുന്നത് എന്താണ്, ascertain the cost of a specified thing or activity. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, എടാ അതിന് എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട് എന്ന് ചോദിക്കാൽ, അപ്പൊ നിങ്ങൾ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് തരില്ല, എനിക്ക് അസർട്ടൈൻ ചെയ്ത് തരും. ആ ഒരു ആക്ടിവിറ്റിയെ, ആ ഒരു പ്രോസസ്സിനെയാണ് ഇവിടെ എന്ത് പറയുന്നത്, കോസ്റ്റ് എന്ന് വെർബ് കൊണ്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ ഒരു ചെറിയ ഒരു ഭാഗത്ത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കോൺസെപ്റ്റുകൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിലൊരു കാര്യമാണ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. ഔട്ട് ഓഫ് പോക്കറ്റ് എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ നിന്ന് പുറത്ത് പോകുന്നത് അല്ലേ. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് മീൻസ് ദ കോസ്റ്റ് വിച്ച് ഇൻവോൾവ് ക്യാഷ് പേയ്മെന്റ് ടു അതർ പാർട്ടീസ്. നമ്മുടെ കയ്യിൽ നിന്നും മറ്റു ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കേണ്ടി വരുന്നതായിട്ടുള്ള എക്സ്പെൻസുകൾ ഉണ്ട്, അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ അങ്ങനെയുള്ളത്, എക്സാമ്പിൾ നമുക്ക് റെന്റ് കൊടുക്കേണ്ടി വരിക, റെന്റ് ആണെങ്കിൽ അവിടെ ആ ബിൽഡിങ്ങിന്റെ ഓണർക്ക് കൊടുക്കണം അല്ലേ, സാലറി എംപ്ലോയീസിന് കൊടുക്കണം, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആണ്. എന്നാൽ അങ്ങനെ അല്ലാത്തതുണ്ട് കേട്ടോ, ഏതാണ്, ഡിപ്രീസിയേഷൻ. ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കണോ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്, ബട്ട് ആർക്കും കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ കയ്യിൽ തന്നെ വെക്കുന്ന ആർക്കും നമുക്ക് പുറത്ത് കൊണ്ടുവരുന്ന എന്റെ ഡിപ്രീസിയേഷൻ കൊണ്ട് കൊടുക്കണോ, വേണ്ട. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്യാഷ് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ആൻ ആക്ടിവിറ്റി ദാറ്റ് ഇൻവോൾവ് ക്യാഷ് പേയ്മെന്റ് ടു അതർ പാർട്ടീസ്, മറ്റാർക്കെങ്കിലും ക്യാഷ് കൊടുക്കേണ്ടത് വരുന്ന എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ, കോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആണ്. രണ്ടാമത് പറയുന്നു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നിങ്ങൾ എക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഓഫ് കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് വാസ് നോട്ട് ചോസൻ. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഏതൊരു കോഴ്സ് സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ള പല സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരുമ്പോഴും മറ്റു പലതും നമ്മൾ ഒഴിവാക്കുന്നുണ്ടാവും. അതിന് കഴിഞ്ഞ അടുത്ത ഓൾട്ടർനേറ്റീവ്, ഇപ്പൊ നിങ്ങൾ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നു, മറ്റു പല കോഴ്സ് നിങ്ങൾ ഓപ്ഷൻ ആയിട്ട് ഉണ്ടാവാം, അത് നിങ്ങൾ ഒഴിവാക്കി അല്ലേ. അപ്പൊ അതേപോലെ നമ്മൾ ചൂസ് ചെയ്യാത്തൊരു ആൾട്ടർനേറ്റീവ് ഉണ്ടാവും, ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്, നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. നമുക്ക് ആ ആൾട്ടർനേറ്റീവ് നമുക്ക് കിട്ടേണ്ടതായിരുന്ന വാല്യൂ, അതിന് കിട്ടേണ്ട ബെനിഫിറ്റ്, അതിനെ നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഐഡിൽ കപ്പാസിറ്റി ഉണ്ട് എന്ന് വിചാരിക്കാം, അതായത് നമുക്ക് കുറച്ച് എക്സസ് സ്പേസ് ഉണ്ട് നമ്മുടെ ബിൽഡിങ്ങിൽ. ആ ബിൽഡിംഗ് ഒന്നുകിൽ നമുക്ക് വേണ്ട മറ്റു പ്രൊഡക്ഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റെന്റിന് കൊടുക്കാം. ഈ റെന്റ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു മാസത്തേക്ക് 4,000 ആണ്, 4,000 പെർ മന്ത് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. എന്നാൽ ബിസിനസ് എന്ത് ചെയ്യുന്നു, അത് റെന്റ് കൊടുക്കാതെ ബാക്കി അത് സ്വന്തം പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യാണ്, കണ്ടിന്യൂ ഫോർ പ്രൊഡക്ഷൻ പർപ്പസ് അങ്ങനെ യൂസ് ചെയ്യാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ആൾട്ടർനേറ്റീവ് ഒഴിവാക്കി, റെന്റിന് കൊടുക്കുക എന്ന ആൾട്ടർനേറ്റീവ് ഒഴിവാക്കി നമ്മൾ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു അല്ലേ. അവിടെ നമുക്ക് ഉണ്ടാവുന്ന ലോസ്, ബെനിഫിറ്റ്, നമുക്ക് കിട്ടാത്ത ബെനിഫിറ്റ് എന്താ, ഒരു മാസം 4,000 രൂപ വെച്ച് കിട്ടുക എന്നുള്ള റെന്റിന് കൊടുത്തായിരുന്നു. അപ്പൊ അത് ഒഴിവാക്കി, ആ വാല്യൂ ആണ് അവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് സങ്ക് കോസ്റ്റ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് പല തരത്തിൽ പല തവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്താ സങ്ക് കോസ്റ്റ്, the cost that has been irreversibly incurred or committed. കോസ്റ്റ് ആണ്, അതെങ്ങനെയാണ് irreversibly incurred, അത് ഇൻകർ ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, തിരിച്ചെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്തു അത് മാറ്റി പറയാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല, യാതൊരു തരത്തിലും അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള കോസ്റ്റുകൾ പറയാറുണ്ട്. This is not considered as relevant for decision making, cannot be considered as relevant cost. ഇത് റെലവെന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് irrelevant. വീണ്ടും പറയുന്നു, ഇറ്റ് ഈസ് irrelevant കോസ്റ്റ്. അത് ഒരിക്കലും നമുക്ക് ഒരു ഡിസിഷൻ കൊണ്ട് അതുകൊണ്ട് യാതൊരു ചേഞ്ചും വരുത്താൻ പോകുന്നില്ല, അതുകൊണ്ട് അത് റെലവെന്റ് അല്ല, irrelevant കോസ്റ്റ്. ഓക്കെ, ഇനി ആ കോസ്റ്റ് മറ്റൊരു പേരാണ് എന്ത്, ഇർറിക്കവറബിൾ
ഒരു ഏകദേശം ഞാൻ ആവറേജ് പറയുകയാണെങ്കിൽ 10 ലക്ഷം രൂപയ്ക്കുള്ള വാല്യൂ അത് യൂസ് ചെയ്തു അല്ലേ, ബാക്കി 40 ലക്ഷം രൂപയുടെ വാല്യൂ ഇനി അത് യൂസ് ചെയ്യാൻ കിടക്കുകയാണ്. ഇത് കിട്ടുമോ? കാരണം ബിൽഡിംഗ് പൊളിച്ചു കളയേണ്ടി വന്നു, ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇറിക്കവറബിൾ. ആ 40 ലാക്ക് അവിടെ സങ്ക് കോസ്റ്റാ, അത് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് പറയുകയാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ്. ഇംപ്യൂട്ടഡ് കോസ്റ്റ്, ഇംപ്യൂട്ടഡ് കോസ്റ്റ് ആർ ഹൈപ്പോത്തറ്റിക്കൽ ഓർ നോഷണൽ കോസ്റ്റ്. നിങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചു വെക്കണേ. ഹൈപ്പോത്തറ്റിക്കൽ ഓർ നോഷണൽ കോസ്റ്റ്. ഈ കോസ്റ്റ് നിങ്ങൾ ഹൈപ്പോത്തറ്റിക്കൽ ആണ്, നമ്മൾ കുറച്ച് ചിന്തിച്ചെടുക്കുന്നതൊക്കെ പറയില്ല, അതേപോലുള്ള കോസ്റ്റ് ആണ് നോഷണൽ കോസ്റ്റ്. ഇനി എന്താ പ്രത്യേകത? നോട്ട് ഇൻവോൾവിംഗ് ക്യാഷ് ഔട്ട്ലേ, കമ്പ്യൂട്ടഡ് ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അവിടെ ഈ പറയുന്ന ഈ കോസ്റ്റിനെ പറ്റി പറയുന്ന എന്താ, അവിടെ ക്യാഷ് ഔട്ട്ലേ ഇല്ല, ക്യാഷ് ആർക്കും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തിനാ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി മാത്രമാണ് അത് എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ട് ചെയ്യുന്നത്. എന്താ സാർ അങ്ങനെ ഒരു സംഭവം? ഒരു എക്സാമ്പിൾ പറയാം മക്കളെ. ഇവിടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉണ്ട് വിചാരിക്കാം. ആ ബിൽഡിങ്ങിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്. നിങ്ങൾ അപ്പുറത്തുള്ള ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ വാടകയ്ക്ക് എടുത്ത് ബിൽഡിങ്ങിന് ബിസിനസ് ചെയ്യുന്നത്, സെയിം ബിസിനസ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ കോസ്റ്റ് കണക്കാക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വാടക കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ, പുറത്താർക്കും വാടക കൊടുക്കണം, നിങ്ങൾ സ്വന്തം ബിൽഡിംഗ് അല്ലേ, വേണ്ട. അപ്പൊ അടുത്ത ആളിനെ കമ്പയർ ചെയ്യുമ്പോഴോ അയാൾക്ക് എന്ത് ചെയ്യണം, വാടക കൊടുക്കണം. നിങ്ങൾ ബിസിനസിന് എക്സ്പെൻസ് കൂട്ടുമ്പോൾ രണ്ടാളും എന്ത് ചെയ്യണം, വാടക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ പോലും എന്ത് ചെയ്യും, റെന്റിന്റെ എക്സ്പെൻസ് കാണിക്കും. എന്തിനു വേണ്ടിയിട്ടാ? എന്നാൽ അത് കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുള്ളൂ അല്ലേ. സ്വന്തം ബിൽഡിംഗ് ഉപയോഗിക്കുമ്പോൾ അത് അതിൻ്റെതായ ഒരു വാല്യൂടെ ഉപയോഗിക്കുന്നില്ലേ, അതുകൂടി എക്സ്പെൻസ് ആയിട്ട് കാണും. അങ്ങനെ നമ്മൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ അവിടെ ക്യാഷ് ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. നോട്ട് ഇൻവോൾവിംഗ് ക്യാഷ് ഔട്ട്ലേ, ക്യാഷ് കൊടുക്കണ്ട. ഇതെന്തിനാണ് ഈ റെന്റ് നിങ്ങൾ എഴുതുന്നത്? അപ്പുറത്തെ ആൾ റെന്റ് എഴുതുന്നത് ശരിക്കും കൊടുത്തിട്ടാ, നിങ്ങൾ റെന്റ് എഴുതുന്നത് എന്താ, കൊടുക്കാതെ എഴുതുന്നുണ്ടാവും അല്ലെ. അപ്പൊ അത് എന്തിനാ, ഈ ബിസിനസിന്റെ ആക്ച്വൽ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ആക്ച്വലി ഇതിന് എത്ര പ്രോഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ റിസൾട്ട് ലോസ് ആണെങ്കിൽ എത്രയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇവിടെ പറയുന്നത് ഇംപ്യൂട്ടഡ് കോസ്റ്റ്. ഇതിന് എപ്പോഴും നോഷണൽ കോസ്റ്റ് എന്നും ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റ് എന്നും പറയാറുണ്ട്, അതുകൂടി നിങ്ങൾ നോക്കണം കേട്ടോ. ഇത് നമുക്ക് എന്ത് പറയാം, സിമിലർ ടു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് കൂടി പറയാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പോലെ തന്നെ നമ്മൾ സ്വന്തം ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിന് വാടക കിട്ടുന്നില്ലല്ലോ, സോറി, സ്വന്തം ബിൽഡിംഗിന് നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ വാടക കൊടുക്കുന്ന എമൗണ്ട് കിട്ടില്ലല്ലോ. അതിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പോലെയായിട്ട് ഇതിനെ പറയാൻ പറ്റും കേട്ടോ. ഇനി അടുത്തതാണ് റെലവെന്റ് കോസ്റ്റ്. റെലവെന്റ് കോസ്റ്റ് എന്താ? റെലവെന്റ് കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഡിസിഷൻ മേക്കിങ്ങിന് അതിന് ആവശ്യമല്ല, റെലവെന്റ് ആയിട്ടില്ല, അവിടെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ്. കോസ്റ്റ് വിച്ച് ആർ റെലവെന്റ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ഓർ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിക്കാൻ പോവുക, ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, ആ സിറ്റുവേഷനിൽ അത് റെലവെന്റ് ആണ്, നമുക്ക് ആ സമയത്ത് അത് റെലവെന്റ് ആണെങ്കിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, അല്ലാതെ വേറെ എന്തെങ്കിലും കിട്ടിയ കാര്യമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇപ്പോ നിങ്ങൾ അഡ്മിഷന് വേണ്ടി നോക്കാന്ന് വിചാരിക്കുക, കുട്ടികളെ പ്ലസ് ടു കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുത്തോ, നിങ്ങൾക്ക് 10ാം ക്ലാസ് കിട്ടിയ മാർക്ക് കാര്യമുണ്ടോ? ഇല്ല. അവിടെ ഏതാ റെലവെന്റ്? പ്ലസ് ടുവിന്റെ മാർക്കാണ് നോക്കുക അല്ലെ. 10ാം ക്ലാസ് എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടെ റെലവെന്റ് അല്ല. അപ്പൊ ഇവിടെ റെലവെന്റ് എന്ന് പറയുന്നത് എന്താ, ആ സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള കോസ്റ്റുകൾ. അല്ലാത്തൊരു കോസ്റ്റ് എക്സാമ്പിൾ പറയാം, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് വന്നു പോയ കോസ്റ്റാ. പണ്ട് ഇന്ന് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു, ആ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് വന്നു, ഇനി അത് മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കോസ്റ്റുകളൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാനോ ഡിസിഷൻ മേക്കിംഗ് യൂസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് റെലവെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, ഒരു പർട്ടിക്കുലർ പർപ്പസിന് സിറ്റുവേഷന് റെലവെന്റ് ആയിട്ടുള്ള നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന കോസ്റ്റുകൾ കേട്ടോ. ഈ അവോയ്ഡബിൾ കോസ്റ്റ് ആൻഡ് അൺഅവോയ്ഡബിൾ കോസ്റ്റ്. അവോയ്ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അൺഅവോയ്ഡബിൾ എന്താണെന്നുള്ളതാണ്. ആദ്യം നോക്കാം അവോയ്ഡബിൾ കോസ്റ്റ് എന്താണെന്നുള്ളത്. Under the given conditions of performance, efficiency should not have been incurred. അവോയ്ഡബിൾ, അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, അങ്ങനെയുള്ള കോസ്റ്റുകൾ. എന്താ അവിടെ പറയുന്നത്, നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷൻ, ഇപ്പൊ നമ്മൾ 100 പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഒരു ദിവസം എന്ന് വിചാരിക്കുക, 100 യൂണിറ്റ്. ആ കപ്പാസിറ്റി അനുസരിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എംപ്ലോയീസിനൊക്കെ ഓരോ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം, വീക്കിലേക്ക് ഗിഫ്റ്റ് എടുക്കുക. ആ ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ മേ ബി അവരെന്ത് ചെയ്യും, അതേ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും, വർക്ക് ചെയ്യും. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിചാരിക്കുക, അതില്ലെങ്കിലും മേ ബി എന്ത് ചെയ്യാം, അതേ പ്രൊഡക്റ്റ് നമുക്ക് അതേ ലെവലിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അപ്പൊ അവിടെ അവോയ്ഡബിൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ഒഴിവാക്കാം. എന്നാൽ അൺഅവോയ്ഡബിൾ കോസ്റ്റ്
എന്താണ് ഇൻഎസ്കേപ്പബിൾ കോസ്റ്റ്. ഇൻഎസ്കേപ്പബിൾ, എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്തെങ്കിലും കൊടുക്കണം അല്ലെ. അതൊരു ഫിക്സഡ് നാച്ചുറൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് വാടക അൺഅവോയ്ഡബിൾ ആണോ, ഏത് സിറ്റുവേഷൻ നമുക്ക് കൊടുക്കണ്ടേ അല്ലെ. അപ്പൊ അവിടെ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കൊടുക്കണം എന്ന് യാതൊരു രീതിയിലും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല, അൺഅവോയ്ഡബിൾ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത് നോക്കാം കൺട്രോളബിൾ ആൻഡ് നോൺ കൺട്രോളബിൾ കോസ്റ്റ്. കൺട്രോളബിൾ, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അല്ലെ. നോൺ കൺട്രോളബിൾ, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ആർക്ക് കൺട്രോൾ ചെയ്യാൻ? മാനേജേഴ്സിന് ഏതെങ്കിലും തരത്തിൽ അവർ സൂപ്പർവിഷനോ അവരുടെ മാനേജേഴ്സ് സ്കില്ലൊക്കെ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില കോസ്റ്റുകൾ ഉണ്ടാവും. എന്നാൽ നോൺ കൺട്രോളബിൾ എന്താ, ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ടാക്സിന്റെ കാര്യം വരികയാണെങ്കിൽ ടാക്സ് ഏതെങ്കിലും തരത്തിൽ മാനേജേഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഗവൺമെന്റ് ആണ് ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലായിരിക്കും. ഇപ്പൊ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ വരുന്നുണ്ട്, അപ്പൊ നമുക്കത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മറ്റു ഓൾട്ടർനേറ്റീവ് നോക്കി അല്ലെങ്കിൽ അതിന്റെ യൂസേജ് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നാൽ ഗവൺമെന്റിന് ഏതെങ്കിലും എക്സ്പെൻസ് ഒക്കെ നമുക്ക് വരുന്നതിന് നമ്മുടെ മേലിൽ ഫൈൻ വരിക എന്ന് വിചാരിക്കുക, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫൈൻ വരുന്ന സിറ്റുവേഷൻസ് കൺട്രോൾ ചെയ്യാം, വന്നതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് അവിടെ ചില കോൺസെപ്റ്റുകൾ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതൊക്കെ എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോക്കണം കേട്ടോ. ദെൻ കോസ്റ്റ് സെന്റർ എന്ന ടേം പറയാം കേട്ടോ. കോസ്റ്റ് സെന്റർ, എന്താണ് കോസ്റ്റ് സെന്റർ? ഇറ്റ് ഈസ് എ കളക്ടിംഗ് പ്ലേസ് ഫോർ കോസ്റ്റ് ബിഫോർ ദേ ആർ ഫർദർ അനലൈസ്ഡ്. നമ്മളൊരു കോസ്റ്റിനെ പറ്റി കൂടുതൽ അനലൈസ് ചെയ്ത് പറഞ്ഞതിന്റെ മുമ്പ് ഇന്ന ഭാഗത്ത് ആ കോസ്റ്റ് വന്നു എന്ന് പറയാം. അക്കൗണ്ടിങ് പർപ്പസ് നമ്മൾ പറയാൻ ഡിപ്പാർട്ട്മെന്റ്, കുറെ ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ല, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മൾ വീണ്ടും കോസ്റ്റ് അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഇത്രയാട്ടോ കോസ്റ്റ് വന്നത്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇത്രയാട്ടോ കോസ്റ്റ് വന്നത്, അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ ഏതാണ് കോസ്റ്റ് സെന്റർ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് സെന്റർ ആണ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് സെന്റർ ആണ് അല്ലെ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് സെന്റർ ആണ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് സെന്റർ ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസിൽ നമ്മൾ പറയാം. ഇനി ഈ കോസ്റ്റ് സെന്റർ നമുക്ക് പറയാം ഇറ്റ്സ് എ ലോജിക്കൽ യൂണിറ്റ് ഫോർ അക്യുമുലേഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റ് കളക്ട് ചെയ്ത് പറയുന്നതിന് ലോജിക്കൽ യൂണിറ്റ്, ഇവിടെ ഡിപ്പാർട്ട്മെന്റ് പേര് പറയുന്നു അല്ലെ, അല്ലെങ്കിൽ ഓരോ ഹെഡിന്റെ അണ്ടറിൽ പറയുന്നു. സോ അവിടെ ലോജിക്കൽ യൂണിറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, കോസ്റ്റ് സെന്ററിനെ പറയാൻ പറ്റും. ഈ കോസ്റ്റ് സെന്റർ നമുക്ക് രണ്ട് തരത്തിലായിട്ട് പറയുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പേഴ്സണൽ കോസ്റ്റ് സെന്റേഴ്സ്, ഇംപേഴ്സണൽ. എന്താ അങ്ങനെ പറഞ്ഞ പേഴ്സണൽ? പേഴ്സണൽ കോസ്റ്റ് സെന്റേഴ്സ് കൺസിസ്റ്റ് ഓഫ് പേഴ്സൺസ് ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. നമ്മള് ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് മിസ്റ്റർ എക്സ് ഒരാൾ ഉണ്ട് വിചാരിക്കുക, ആ എക്സിന്റെ അണ്ടറിൽ ഇത്ര കോസ്റ്റ് വന്നു എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പേഴ്സണുമായി കണക്ട് ചെയ്താ പറയുന്നത് അല്ലേ, അപ്പൊ അത് പേഴ്സണലാണ്. എന്നാൽ അങ്ങനെ അല്ലാതെ നമ്മൾ പറയുകയാണെങ്കിൽ കോസ്റ്റ് സെന്റേഴ്സ് വിച്ച് ആർ നോട്ട് പേഴ്സണൽ കോസ്റ്റ് സെന്റേഴ്സ് ആർ ഇംപേഴ്സണൽ കോസ്റ്റ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുകയാണെങ്കിൽ അതെന്താണ്, ഇംപേഴ്സണൽ കോസ്റ്റ് സെന്റേഴ്സ് കേട്ടോ. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ കൂടി വരുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സെന്റേഴ്സും അല്ലെങ്കിൽ സപ്പോർട്ട് സർവീസ് കോസ്റ്റ് സെന്റേഴ്സും. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സെന്റേഴ്സ് എന്നും പറയാം, സപ്പോർട്ട് സർവീസ്, ഇതൊക്കെ ക്ലാസിഫിക്കേഷൻ ആണ്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് രണ്ടെണ്ണം ഏത് വന്നത്, പേഴ്സണൽ ഇംപേഴ്സണൽ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഏത്, ഓപ്പറേറ്റിംഗ് ആൻഡ് സപ്പോർട്ട് സർവീസ് കോസ്റ്റ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സെന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോസ്റ്റ്. ദാറ്റ് മീൻസ് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിച്ചാൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ടാവും അല്ലെ, അവിടെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന കോസ്റ്റ് സെന്റേഴ്സ്, അതായത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സെന്റേഴ്സ്. മെഷീൻ ഷോപ്പ്, വെൽഡിംഗ് ഷോപ്പ്, അസംബ്ലി ഷോപ്പ്, ഓപ്പറേഷൻ തിയേറ്റർ, ഈ കോൾ സെന്റർ, ഇങ്ങനെയൊക്കെ ഇതൊക്കെ എന്താണോ ആ ബിസിനസിന്റെ ഓപ്പറേഷൻസ് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ഇതിന് പറയാം ഓപ്പറേഷൻ തിയേറ്ററിന് ഇത്ര കോസ്റ്റ് വന്നു എന്ന് പറയാം, വെൽഡിംഗ് ഷോപ്പിന് ഇത്ര കോസ്റ്റ് വന്നു എന്ന് പറയാം, മെഷീൻ ഷോപ്പിന് ഇത്ര കോസ്റ്റ് വന്നു എന്ന് പറയാം. അവിടേക്ക് എന്താണ് ആ ഓപ്പറേഷൻസുമായി ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. അങ്ങനെ വരുന്നതിന് നമ്മൾ ഓപ്പറേഷൻ കോസ്റ്റ് സെന്റേഴ്സ് എന്ന് പറയും. അതേപോലെ തന്നെ സപ്പോർട്ട് സർവീസ് കോസ്റ്റ് സെന്റേഴ്സ് എന്താന്ന് നോക്കാം. സപ്പോർട്ട് സർവീസ് കോസ്റ്റ് സെന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഓപ്പറേഷൻസുമായി ഡയറക്റ്റ് റിലേറ്റഡ് ആയിരിക്കില്ല. മെഷീൻ ഷോപ്പ്, വെൽഡിംഗ് ഷോപ്പ് ഒക്കെ എന്താണ്, ഡയറക്റ്റ് റിലേറ്റഡ് ആയിരിക്കും. ഇത് ഇവിടെ അങ്ങനെയാണോ? അല്ല. ഇറ്റ് ഈസ് ഫോർ റെൻഡറിംഗ് സർവീസ് ടു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സെന്റർ. നമ്മൾ ഈ കോസ്റ്റ് സെന്ററിന് ആവശ്യമായിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നമുക്ക് പവർ ഹൗസ്. പവർ ഹൗസ് എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു യൂണിറ്റ്, ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമുള്ള കറണ്ട് ആവശ്യം ഉണ്ടാവുക അല്ലേ, ഇലക്ട്രിസിറ്റി ആവശ്യം ഉണ്ടാവുക. അതിന് എല്ലാവർക്കും വേണ്ടിയിട്ട് അതിന്റെ മെയിൻറ്റെയിൻ ചെയ്യുന്ന, അപ്പൊ നമ്മൾ വലിയ സിനിമകളൊക്കെ ഉണ്ടാവും, വലിയ കുറെ മീറ്ററുകളും അതൊക്കെ ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ്, പവർ ഹൗസ് ഡിപ്പാർട്ട്മെന്റിന് മേൽ ഉണ്ടാവും.
അപ്പൊ അവിടെയാണ് ഇൻ കേസ് പവർ ഫെയിലിയർ ആയി അവിടേക്ക് അപ്പൊ തന്നെ അത് ജനറേറ്റർ വഴിയൊക്കെ പവർ എത്തിക്കാനും അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആളുകൾ ഉണ്ടാവും അവിടെ. അപ്പൊ അവർക്കൊക്കെ വരുന്ന കോസ്റ്റ് സെന്റേഴ്സ് നമുക്ക് ആ ഒരു പ്രൊഡക്ഷനിലേക്ക് മാത്രമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല, ആ ഓപ്പറേഷൻസ് മാത്രമായിട്ടല്ല വരുന്നുണ്ട്, അപ്പൊ ജനറൽ ആയിട്ട് വരുന്നത്. അപ്പൊ അതൊക്കെ എന്താണ്, സപ്പോർട്ട് സർവീസ് കോസ്റ്റ് സെന്റേഴ്സ് ആണ്. അപ്പൊ മറ്റൊരു ഹെൽപ്പ് ഡെസ്ക്, അഡ്മിഷൻ ഒക്കെ പോവാന്നുണ്ടെങ്കിൽ അല്ലെ, കോളേജുകളിലൊക്കെ ഉണ്ടാവും ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. അതൊരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി മാത്രമുള്ളതാണോ? എല്ലാവർക്കും കോമൺ ആണ് അല്ലെ. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനത്തെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എന്താണ് നമുക്ക് സപ്പോർട്ട് സർവീസ് കോസ്റ്റ് സെന്റേഴ്സിന്റെ കാറ്റഗറിയിലാണ് പെടുത്താൻ പറ്റുക. ഇനി അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകുന്നു. ഇപ്പൊ ഇതുവരെ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? കോസ്റ്റ് എന്താന്ന് പറഞ്ഞു, അതേപോലെ തന്നെ കോസ്റ്റുമായി ബന്ധപ്പെട്ട കുറെ കോൺസെപ്റ്റുകൾ, ഔട്ട് ഓഫ് ബക്കറ്റ് കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, സങ്ക് കോസ്റ്റ്, റെലവന്റ് കോസ്റ്റ്, അവോയ്ഡബിൾ അൺഅവോയ്ഡബിൾ, കൺട്രോളബിൾ അൺനോൺ കൺട്രോളബിൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് കോസ്റ്റ് സെന്റർ എന്താന്ന് പറഞ്ഞു, എന്താണ് കളക്ടിങ് പ്രൈസസ് ഓഫ് കോസ്റ്റ് ബിഫോർ ദേ ആർ ഫർദർ അനലൈസ്ഡ് അല്ലെ. വീണ്ടും അനലൈസ് ചെയ്യപ്പെടുന്നതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ അതിന്റെ കളക്ടിങ് പ്രൈസ് അല്ലെങ്കിൽ ലോജിക്കൽ യൂണിറ്റ് ആയിട്ടൊക്കെ ഇതിനെ പറയുന്നതാണ് കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. അടുത്ത് പറയാം കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന്. എന്താണ് കോസ്റ്റ് ഒബ്ജക്റ്റ്? കോസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് എ പ്രൊഡക്റ്റ്, എ സർവീസ് or activity, a customer or distribution channel in a relation with which costs are ascertained, to which costs are ascertained. ഏത് ഒന്നിലേക്കാണ് നമ്മൾ കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്ത് പറയുന്നത്? ഏതൊന്നിലേക്ക് ബന്ധപ്പെട്ട് ആ പ്രൊഡക്റ്റിന് ഇത്ര രൂപ ചെലവ് വന്നു കേട്ടോ, ആ ആക്ടിവിറ്റിക്ക് ഇത്ര ചെലവ് കിട്ടുന്നു കേട്ടോ, ആ സർവീസിന് ഇത്ര രൂപ ചെലവ് വന്നു കേട്ടോ അല്ലെ. ആ ഒന്നിലേക്ക് കണക്ട് ചെയ്ത് പറയുക, അതിനോട് അസോസിയേറ്റ് ചെയ്ത് പറയുക അല്ലെ. അങ്ങനെ ഏതിനോട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത്, അതാണ് അതിന്റെ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഞാൻ പറയാണ്, ഒരു പേൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്ര രൂപ ചെലവ് വന്നു, പെൻസിലിന് ഇത്ര രൂപ ചെലവ് വന്നു, അപ്പൊ എന്താണ്, അതൊക്കെ കോസ്റ്റ് ഒബ്ജക്റ്റ് ആണ്. ക്ലിയർ? ഇനി കോസ്റ്റ് യൂണിറ്റ് എന്താന്നുള്ളത്. കോസ്റ്റ് യൂണിറ്റ് is a device for the purpose of breaking up costs into smaller subdivisions attributable to a product or services. ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കോസ്റ്റ് യൂണിറ്റ് ആണ് പറയുന്നത് അല്ലേ. കോസ്റ്റ് യൂണിറ്റ്, മെഷർമെന്റ് യൂണിറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ യൂണിറ്റ് അല്ലെ. എന്തിനാണ് നമ്മൾ മൊത്തത്തിൽ വന്ന കോസ്റ്റിനെ ചെറിയ സബ് ഡിവിഷനിലേക്കായിട്ട് പറയുക. മൊത്തത്തിൽ 50 ലക്ഷം രൂപ കോസ്റ്റ് വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും അത് വലിയ, അപ്പൊ ഒന്നിന് ഇത്ര രൂപ കോസ്റ്റ് വന്നു. ഇപ്പൊ ഒന്ന് എന്നുള്ളത് പലതിന്റെ രീതിയിൽ, ഇപ്പൊ തുണികളാണെങ്കിൽ നമ്മൾ മീറ്ററിലായിരിക്കും പറയാണ്ടാവും അല്ലെ. പേനൊക്കെ ആണെങ്കിൽ ഇത്ര എണ്ണം എന്ന് പറയാം, അരിയൊക്കെയാണ് കിലോഗ്രാമോ ടൺ എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ അങ്ങനെ പലതിനും പല യൂണിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതേപോലെ ഇവിടെ യൂസ് ചെയ്യുന്നതാണ് കോസ്റ്റ് യൂണിറ്റ് കേട്ടോ. അപ്പൊ ഇവിടെ കോസ്റ്റ് യൂണിറ്റ് എല്ലാ ബിസിനസ്സിനും ഒരേപോലെ ആവില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പൊ നോക്കാം, പവർ ജനറേഷനുമായിട്ട് KSEB പോലെയൊക്കെ ആണെങ്കിൽ അവരെന്താണ് ഇത്ര മെഗാവാട്ട്, ഇത്ര കിലോ വാട്ട് എന്നൊക്കെ പറയാം അല്ലെ. മെഗാവാട്ട് പെർ ഹവർ അല്ലെങ്കിൽ കിലോ വാട്ട് ഹവർ, ഇതിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അവര് കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് പറയുന്നത്. സിമെന്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് ആണെന്ന് വിചാരിക്കുക, അവിടെ മെട്രിക് ടണ് അങ്ങനെ വലിയ ക്വാണ്ടിറ്റി ആണ്, മെട്രിക് ടണ്ണിലാണ് അവിടെ കോസ്റ്റ് യൂണിറ്റ് പറയുന്നത്. നമ്മള് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് ഒക്കെയാണ്, കാറൊക്കെ ആണെങ്കിലോ ഒരു കാറിന് ഇത്ര ചെലവ് വന്നു എന്നല്ല പറയുക, നമ്പർ ഓഫ് വെഹിക്കിൾസ്, ഒരു വെഹിക്കിൾ ഒരു കാറിന് ഇത്ര രൂപ ചെലവ് വന്നു. ഓഡിറ്റ് ഫേം CACMA ഫേം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഓഡിറ്റ് ഫയൽ അല്ലെങ്കിൽ ഇത്ര ഹവേഴ്സിന് ഇത്ര രൂപ ചാർജ്, ആ രീതിയിലാണ് പറയാറുള്ളത് കേട്ടോ. ഇനി ഇപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ ഒരു യൂണിറ്റ് വെച്ചിട്ടല്ല പറയാറുള്ളത്, ഒരു കാറിന് അല്ലെങ്കിൽ മെട്രിക് ടണ്ണ്, ഓഡിറ്റ് ഫയല് അല്ലെങ്കിൽ മെഗാവാട്ട് അല്ലെങ്കിൽ കിലോ വാട്ട്, ഇതൊക്കെ ഒരു യൂണിറ്റ് ആണ്, സിംഗിൾ യൂണിറ്റ് ആണ് ഇല്ലേ. എന്നാൽ അങ്ങനെ സിംഗിൾ യൂണിറ്റ് മാത്രം ആവണില്ല എന്നില്ല, ചില സമയത്ത് എന്ത് ചെയ്യാം, രണ്ട് തരത്തിലുള്ള യൂണിറ്റുകളൊക്കെ കോമ്പൗണ്ട് ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, കോമ്പോസിറ്റ് യൂണിറ്റുകളായിട്ട് നമുക്ക് അതിന് പറയാൻ പറ്റും. എങ്ങനെയാ പറയുന്നത് നോക്കാം. ഒരു ഹോട്ടലാണെന്ന് വിചാരിച്ചോ, ഹോട്ടലിന്റെ കേസിലാണെങ്കിൽ ഒരു റൂമിന് ഒരു ദിവസം, അപ്പൊ രണ്ട് കാര്യമാണ്, റൂം പെർ ഡേ, റൂം പെർ ഡേ. ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്ത് പറയാം, പേഷ്യന്റ് പെർ ഡേ, ഒരു ദിവസം ഒരു പേഷ്യന്റിനുള്ള ചെലവ് എത്ര. ഓക്കെ, ഗുഡ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 10 per kilometer, 10 per kilometer, ഒരു 10 ഒരു കിലോമീറ്റേഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഇത്ര രൂപ, അടുത്ത കിലോമീറ്റർ വീണ്ടും അതേപോലെ ചാർജ്. പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെയാണ്, KSRTC ട്രെയിൻ ഒക്കെ ആണെങ്കിൽ എന്താണ്, പാസഞ്ചർ പെർ കിലോമീറ്റർ, പാസഞ്ചറിന് ഒരു കിലോമീറ്റർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ട്രാവൽ ചെയ്യാൻ എത്ര രൂപ ചെലവ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള യൂണിറ്റുകളുണ്ട്. അപ്പൊ സിമ്പിൾ യൂണിറ്റുകളുണ്ട്, കോമ്പോസിറ്റ് യൂണിറ്റുകളായിട്ട് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഇതൊക്കെ എക്സാം
എക്സാമിന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലുണ്ടാവും കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കണേ. ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് ഡ്രൈവർ. കോസ്റ്റ് ഡ്രൈവർ എന്താന്നുള്ളതാണ്. കോസ്റ്റ് ഡ്രൈവർ ട്രിഗേഴ്സ് എ ചേഞ്ച് ഇൻ ദ കോസ്റ്റ് ഓഫ് ആൻ ആക്ടിവിറ്റി. ഒരു പ്രൊഡക്റ്റിന് ഇപ്പൊ നോക്കാം 50 രൂപ ചെലവ് എന്നുള്ളത്, ഈ 50 രൂപയിൽ നിന്ന് 80 രൂപയായിട്ട് ഒരു 30 രൂപയുടെ ചേഞ്ച് വന്നു. ആ 30 രൂപയുടെ ചേഞ്ച് വരാനുള്ള കാരണം എന്താ? അതിനൊരു റീസൺ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അതിനെ ട്രിഗർ ചെയ്യുന്ന ആ ഒരു ചെലവ് വരാൻ കാരണമാവുന്ന ഒന്ന്, അതാണ് എന്ത്? കോസ്റ്റ് ഡ്രൈവർ. കോസ്റ്റ് ഡ്രൈവർ ട്രിഗേഴ്സ് എ ചേഞ്ച് ഇൻ ദ കോസ്റ്റ് ഓഫ് ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയുടെ കോസ്റ്റില് നിലവിലുള്ളതെന്ന് ചേഞ്ച് വരുത്തുക. അപ്പൊ ആ ചേഞ്ച് വരാൻ ട്രിഗർ ചെയ്യപ്പെടുന്ന ആ കാരണം എന്താണ്? അതിനെ എന്ത് പറയുന്നത്? കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞ. എക്സാമ്പിൾ നോക്കുക. ഒരു മെഷീൻ സെറ്റപ്പ് യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. മെഷീൻ സെറ്റപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ എത്രയാണ് അവിടെ കോസ്റ്റ്? ആ കോസ്റ്റ് എന്തിന്റെ ബേസിസ് കൊണ്ടാണ് വരുന്നത്? നമ്പർ ഓഫ് സെറ്റപ്പ്. എത്ര മെഷീൻസുകൾ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്? 10 മെഷീൻ ആയിരുന്നു. അത് 11ാമത് മെഷീൻ സെറ്റപ്പ് ചെയ്യോ വീണ്ടും കോസ്റ്റ് കൂടും അല്ലേ? 12ാമത് മെഷീൻ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് വീണ്ടും അതിന് കോസ്റ്റ് കൂടും. അപ്പൊ നമ്പർ ഓഫ് സെറ്റപ്പ് ആണ് അത് അവിടുത്തെ കോസ്റ്റ് ഡ്രൈവർ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്ര മെഷീൻ ഇത്ര ഹവേഴ്സ് എടുത്തു സെറ്റപ്പ് ചെയ്യാൻ. 1 മണിക്കൂർ കൊണ്ട് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു. 2 മണിക്കൂർ എടുക്കുമ്പോൾ വീണ്ടും കോസ്റ്റ് കൂടും. 5 മണിക്കൂർ ആവുമ്പോൾ വീണ്ടും കോസ്റ്റ് കൂടും അല്ലേ? അപ്പൊ സെറ്റപ്പ് ഹവേഴ്സ്. അപ്പൊ നമ്പർ ഓഫ് സെറ്റപ്പ് അല്ലെങ്കിൽ സെറ്റപ്പ് ഹവേഴ്സ് ആണ് ഇതിന്റെ കോസ്റ്റ് ഡ്രൈവർ മെഷീൻ സെറ്റപ്പിന്റെ. ഇൻസ്പെക്ഷൻ, നമ്മൾ ഇൻസ്പെക്ഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് അതിന്റെ കോസ്റ്റ് എങ്ങനെയാണ്? ഇൻസ്പെക്ഷൻ ഹവേഴ്സ്, എത്ര ഹവേഴ്സ് ആണ് ഇൻസ്പെക്ഷൻ വരുന്നത്, അതിനനുസരിച്ചായിരിക്കും കോസ്റ്റ് ഉണ്ടാവുക. ഓർഡറിങ് കോസ്റ്റ്, പ്രൊഡക്റ്റുകൾക്ക് ഓർഡർ ചെയ്യുന്ന കോസ്റ്റ്, എത്ര ഓർഡർ ചെയ്യുന്നു അത്രയും കോസ്റ്റ് വരും അല്ലേ? നമ്പർ ഓഫ് ഓർഡേഴ്സ് ആയിരിക്കും കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഡെലിവറി കോസ്റ്റ്, ഡെലിവറി ഇപ്പൊ നമുക്ക് ഡെലിവറി ചാർജസ് വരുന്നു. എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാ? നമ്പർ ഓഫ് ഡെലിവറീസ്, എത്ര ഡെലിവറി ഉണ്ടോ അത്രയും ഡെലിവറി ചാർജ് വരുന്നുണ്ടാവും. അതാണ് ഇത്രയും കോൺസെപ്റ്റ് പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. കോസ്റ്റ് എന്താന്ന് പറഞ്ഞു, കോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കോൺസെപ്റ്റുകൾ പറഞ്ഞു. കോസ്റ്റ് സെന്റർ പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് ഒബ്ജക്റ്റ്, കോസ്റ്റ് യൂണിറ്റ്, കോസ്റ്റ് ഡ്രൈവർ വരെ പറഞ്ഞു അല്ലേ? ഇനി അതില് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോസ്റ്റ് അലോക്കേഷനും കോസ്റ്റ് അപ്പോർഷൻമെന്റും കേട്ടോ. ഇതൊന്ന് ക്ലിയർ ആയിക്കോട്ടെ. കോസ്റ്റ് അലോക്കേഷനും കോസ്റ്റ് അപ്പോർഷൻമെന്റും. അലോക്കേറ്റ് ചെയ്യുക, അപ്പോർഷൻ ചെയ്യുക, ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? അലോക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ് അലോക്കേറ്റ് ചെയ്യും, അലോട്ട്മെന്റ് എന്നൊക്കെ പറയില്ല, അലോക്കേറ്റ് ചെയ്യുക. അത് ഒരാൾക്കുള്ളത് ഇത് ഇവിടെ ഇന്ന ആളാണ്, ഇന്ന ആൾക്കുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോർഷൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന പ്രൊഡക്റ്റിനാണ് അല്ലെങ്കിൽ ആൾക്കാർ പറയാൻ പറ്റില്ല. മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം ഇത്ര വന്നു. അപ്പൊ അത് ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ നമ്മൾ വീതിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോ മിഠായി ഓരോരുത്തർക്ക് നിങ്ങളെ പേരൊക്കെ എഴുതി കൊടുത്തു തരാണെങ്കിൽ അതെന്താണ്? അലോക്കേഷനാണ്. ഒരു കേക്ക് കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ക്ലാസ് എല്ലാവരും കൂടി എടുത്തോണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ അപ്പോർഷൻ ചെയ്യുന്നു. ആ കേക്ക് എല്ലാവരും നിങ്ങൾ വീതിച്ചെടുക്കുന്നു അല്ലെ? ക്ലാസ് കൂടുതലെങ്കിൽ കൂടുതൽ ഭാഗം ആർക്ക് കിട്ടും? ബോയ്സിന് കിട്ടും. ഗേൾസ് കൂടുതലെങ്കിലോ ഗേൾസ് കിട്ടും. ഈ രണ്ട് ഡിഫറൻസും പോലെയാണ് ഇത് അലോക്കേഷനും അപ്പോർഷൻമെന്റും കേട്ടോ. അപ്പൊ എന്താണ് അലോക്കേഷൻ? ഇവിടെ ടെക്സ്റ്റ് തന്നെ നോക്കുക. When items of cost are identifiable directly, കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇത്രയാണ് കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. With some products or departments, such costs are charged to such cost centers. This process is known as cost allocation. ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് അത് ഇവർക്ക് വന്നതാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ്, ഇത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് കേട്ടോ, ഇത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ആണ്, ഇത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ആണ്. അങ്ങനെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കോസ്റ്റ് അലോക്കേഷൻ. എന്നാൽ അതേസമയം കോസ്റ്റ് അപ്പോർഷൻമെന്റ് നോക്കിക്കോ. When items of cost cannot be directly charged to or accurately identified with any cost center, they are prorated or distributed among the cost centers on some predetermined basis. നമുക്ക് നേരിട്ട് ഒരു പ്രൊഡക്റ്റ്, ഒരു ചെലവ് വന്നു, ബിൽഡിങ്ങിന്റെ റെന്റ്. ആ റെന്റ് ഇന്ന ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് വെച്ചാൽ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല വർക്ക് ചെയ്യുന്നത്. അവിടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള റെന്റ് ആണ്. അപ്പൊ ആ റെന്റ് ഒരാൾക്ക് വേണ്ടി മാത്രമാണെന്ന് പറയാൻ പറ്റില്ല അല്ലെ? അപ്പൊ ആ റെന്റ് എന്ത് ചെയ്യണം? വീതിച്ചു കൊടുക്കണം. എന്തിന്റെ ബേസില്? പ്രീഡിറ്റർമിൻഡ് ബേസിസ്. മേ ബി അവരുടെ എത്ര സ്പേസ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബേസിലായിരിക്കും
മറ്റു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു താഴെ തന്ന ടേബിൾ ഉണ്ടല്ലോ, അതിവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് പറയുന്നത്. ഇതൊന്ന് എപ്പോഴും ചോദ്യം വരാറുണ്ട്. എന്താന്ന് ഞാൻ വെള്ളപ്പെട്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എൻ്റെ രീതിയിൽ കോസ്റ്റ് അക്കൗണ്ട് ചെയ്യുന്നു, നിങ്ങൾ മറ്റേതെങ്കിലും രീതി ചെയ്യുന്നു. അവരവര് തോന്നിയ രീതിയിലൊക്കെ കോസ്റ്റ് അക്കൗണ്ട് ചെയ്താൽ ശരിയാവും. അപ്പൊ അതിന് യൂണിഫോമിറ്റി ഉണ്ട് അല്ലേ. അപ്പൊ അതിനാണ് നമ്മുടെ ICA, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. ആരാണ് ഇത് പുറത്തിറക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആണ് ഈ പറയുന്ന CAS കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പുറത്തിറക്കുന്നത് കേട്ടോ. അതിനുള്ള ബോർഡാണ് CASB, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. CASB എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഇതിൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, നിങ്ങൾ GAAP പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതേപോലെ തന്നെ ഇവിടെ എന്താണ് GAAP, ജനറലി അക്സെപ്റ്റഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പുറത്തിറക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചാണ്, ഈ ഒരു സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്താണ് എല്ലാവരും അക്കൗണ്ടിങ് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും ഇതിൽ 24 സ്റ്റാൻഡേർഡ് ഉണ്ട്, അതാണ് പഠിച്ചു വെക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ചെറിയൊരു കഥ പോലെ പറഞ്ഞു തരാം, അപ്പൊ നിങ്ങൾ അത് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. എങ്ങനെയെന്നറിയോ, ഞാൻ ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ എൻ്റെ ക്ലാസ്സിലേക്ക് പോയി കേട്ടോ. ക്ലാസിഫിക്കേഷനിൽ ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് പോയി. അപ്പൊ അവിടെ ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, അവിടെ കപ്പാസിറ്റി നോക്കിക്കൊണ്ട് രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അവരെ രണ്ട് ഗ്രൂപ്പിലായിട്ട് കുറച്ച് പഠിക്കുന്ന കുട്ടികളും കുറച്ച് പഠിക്കാതെ കുറച്ച് ബാക്കിലുള്ള കുട്ടികളും, അങ്ങനെ രണ്ട് ഗ്രൂപ്പിലായിട്ട് തിരിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ അടുത്ത ദിവസം പോയി നോക്കുന്ന സമയത്ത് ഞാൻ അവിടെ ബാക്കിലുള്ള 3 പയ്യന്മാരുടെ തലയുടെ മുകളിൽ അവർ എന്തോ ക്യാപ്പ് വെച്ചിട്ടുണ്ട്. തലയുടെ മുകളിൽ നോക്കുന്ന സമയത്ത് ഓവർ ഹെഡ്, തലയുടെ മുകളിൽ കേട്ടോ, അവരുടെ ഓവർ ദയർ ഹെഡ് ഐ ക്യാൻ സീ സം ക്യാപ്പ്. അവിടെ എന്തോ ക്യാപ്പ് എന്തോ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ക്യാപ്പ് വെച്ചിട്ടുണ്ട് അവര്, ക്യാപ്പ്. എന്നിട്ട് അവരെന്ത് ചെയ്തെന്നറിയോ, ഞാൻ ഊരാൻ പറഞ്ഞു. ആ ഊരാൻ പറഞ്ഞത് അവർ നേരെ അത് വായിലേക്ക് ഇട്ടു. അത് ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്തു, ആ പ്രൊഡക്റ്റിനെ അവര് നേരെ എന്ത് ചെയ്തു, അവര് കഴിച്ചു, വായിലേക്ക് ഇട്ടു എന്ന് വിചാരിച്ചു. ഓക്കെ, ആ ആളുകളൊക്കെ ഞാൻ പറഞ്ഞപ്പോ ആ പ്രൊഡക്റ്റിനെ അവര് വായിലേക്ക് ഇട്ടു. ആ വായിലേക്ക് ഇട്ട സമയത്ത് എന്ത് ചെയ്തു, അവരുടെ സ്റ്റൊമക്ക് അപ്സെറ്റ് ആയി. അവരുടെ സ്റ്റൊമക്ക് എന്ത് ചെയ്തു, അപ്സെറ്റ് ആയി. ആ സ്റ്റൊമക്ക് അപ്സെറ്റ് ആയ സമയത്ത് അവരെ പെട്ടെന്ന് സോറി, ഇൻട്രപ്ഷൻ ഉണ്ടായി, അതുകൊണ്ടാണ് ചെറിയ ബ്രേക്ക് വന്നു അല്ലേ. പറഞ്ഞത് എന്തായിരുന്നു, 3 ആളുകളുടെ തലയിൽ എന്ത് ചെയ്യുന്നു, ഒരു ക്യാപ്പ് കണ്ടു. ആ ക്യാപ്പ് ഞാൻ മാറ്റാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ആ പ്രൊഡക്റ്റ് എല്ലാം അവരെടുത്ത് വായിലേക്ക് ഇട്ടു കേട്ടോ. ആ വായിലേക്ക് എടുത്തപ്പോൾ അവരുടെ സ്റ്റൊമക്ക് അപ്സെറ്റ് ആയി. അപ്പോൾ സ്റ്റൊമക്ക് അപ്സെറ്റ് ആയപ്പോൾ ക്ലാസ് അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, വയറുവേദന എടുക്കാൻ തുടങ്ങി. അവരെന്ത് ചെയ്തു, ക്ലാസ്സിന് ഞാൻ പുറത്ത് ഇറക്കിയപ്പോൾ അവർക്ക് പെട്ടെന്ന് വേറെ എവിടെയെങ്കിലും അവർ വാഷ്റൂം ഫെസിലിറ്റി ഒക്കെ നോക്കി, അവർക്കത് കാണാൻ പറ്റില്ല. സോ ദേ നീഡ് അർജന്റ് ട്രാൻസ്പോർട്ടേഷൻ. അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, അവർ ട്രാൻസ്പോർട്ടേഷൻ എവിടെയും വണ്ടി എന്തെങ്കിലും കിട്ടി അവർക്ക് പോകേണ്ട ആവശ്യം വന്നു. അവർ ആ ചുറ്റും നോക്കി, വണ്ടിയൊന്നും കാണാൻ പറ്റിയില്ല. അപ്പൊ നേരെ കോളേജിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ അവര് ഒരു മാറ്റിന്റെ ഷോപ്പ് കണ്ടു. ആരാണ്, മാറ്റ്, ചവിട്ടിയൊക്കെ വെക്കുന്ന മാറ്റിന്റെ ഷോപ്പ്. അവർ നേരെ അങ്ങോട്ട് പോയി. അവിടെ പോകുന്ന സമയത്ത് അവിടെ 7 എംപ്ലോയീസ് ഉണ്ടായിരുന്നു കേട്ടോ. 7 എംപ്ലോയീസ് ആണ് കടയിൽ ഉണ്ടായിരുന്നത്. 7 എംപ്ലോയീസിനെ കണ്ടു. ആ എംപ്ലോയീസ് ഇവര് കണ്ട ഉടനെ, അവർ പ്രൊഡക്റ്റ് വിൽക്കാതിരിക്കുന്ന ആളുകളല്ലേ, അവർ കുറെ നല്ല പ്രൊഡക്റ്റുകൾ, നല്ല യൂട്ടിലിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ, അടിപൊളി പ്രൊഡക്റ്റുകൾ കേട്ടോ, നല്ല പ്രൊഡക്റ്റുകളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് കാണിച്ചു കൊടുത്തു. ആ പ്രൊഡക്റ്റുകളിലൊക്കെ പാക്കിങ് നല്ല രസമായിരുന്നു കാണാൻ, കേട്ടോ, നല്ല ചന്തമുള്ള പാക്കിംഗ് ആയിരുന്നു. ഓക്കെ, ഇവര് ഈ പ്രൊഡക്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുക, അവര് വയറുവേദന നിൽക്കുന്നില്ലേ, ഇവർക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ആണ്, ഇവർക്ക് സുഖമില്ല. അപ്പൊ ഇവര് പറയാണ്, പാക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, പ്രൊഡക്റ്റ് ഒക്കെ ഞങ്ങൾ വാങ്ങാം, ഞങ്ങൾക്ക് പെട്ടെന്ന് വാഷ്റൂം യൂസ് ചെയ്യേണ്ടതുണ്ട്, എവിടെയും വാഷ്റൂം ഫെസിലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവര് പറയാണ്, ഇല്ല ഇവിടെ ഒന്നും ഫെസിലിറ്റി ഇല്ല, നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങാൻ ഞാൻ സൗകര്യം ചെയ്തു തരാം. ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ ഇവിടുന്ന് 10 മിനിറ്റ് ഡയറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ, 10 മിനിറ്റ് ഡയറക്റ്റ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്ററുടെ വീടുണ്ട് അവിടെ. ഓക്കെ,
നിങ്ങൾ 10 മിനിറ്റ് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ വീടുണ്ട്, വേണമെങ്കിൽ ഞങ്ങൾ വണ്ടി എടുത്ത് പോയിക്കോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ വണ്ടി എടുത്ത് അവർ പോവാണ്. ഏത് വണ്ടി? കടയിലെ വണ്ടി എടുത്ത്, കാർ എടുത്ത് പോവാട്ടോ. അവ അവർ പോയി അഡ്മിനിസ്ട്രേറ്റർ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ കാർ എന്ത് ചെയ്തു? റിപ്പയർ ആയി. ഞാൻ ഇതുവരെയുള്ള കാര്യം ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇതുവരെയുള്ള ആ പോയിന്റ്സ് ഒന്ന് പറയാം. പറഞ്ഞത് ആദ്യത്തെ ദിവസം ഞാൻ ക്ലാസ്സിൽ പോയപ്പോ, ക്ലാസിഫിക്കേഷൻ പോയപ്പോ അവിടെ കുട്ടികൾ ഉണ്ടായിരുന്നു അല്ലെ. കുട്ടികൾ എന്ത് ചെയ്തു? കപ്പാസിറ്റി നോക്കി 2 ഗ്രൂപ്പാക്കി. കപ്പാസിറ്റി നോക്കിയിട്ട് 2 ഗ്രൂപ്പാക്കി ഇരുത്തി. എന്നിട്ട് പിറ്റേ ദിവസം പോയി നോക്കുമ്പോൾ ബാക്കിൽ 3 ആളുകൾ അവിടെ തലയിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അവർ ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഓവർ ഹെഡ്സ് അവരുടെ ക്യാപ്പ് ഉണ്ടായിരുന്നു. ഓവർ ദെയർ ഹെഡ്സ്, തലയുടെ മുകളിൽ എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ആ പ്രൊഡക്റ്റ് എടുത്തിട്ട് അവര് കഴിച്ചു. ആ പ്രൊഡക്റ്റ് എടുത്ത് വിഴുങ്ങി. ആ കഴിഞ്ഞ സമയത്ത് അവരുടെ സ്റ്റൊമക്ക് അപ്സെറ്റ് ആയി. അവർക്ക് പെട്ടെന്ന് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായിട്ട് വന്നു. അവരെ പെട്ടെന്ന് നടന്ന് മാറ്റേണ്ടി വന്നു. അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. അവരെന്ത് ചെയ്തു? തൊട്ടടുത്തുള്ള മാറ്റിന്റെ ഷോപ്പ് പോയി. മാറ്റ് ഷോപ്പ് പോയപ്പോൾ അവിടെ 7 എംപ്ലോയീസ് ഉണ്ടായിരുന്നു. ഈ എംപ്ലോയീസ് ഇവരെ കണ്ടപ്പോൾ കുറെ യൂട്ടിലിറ്റിയിലെ പ്രൊഡക്റ്റുകളൊക്കെ കാണിച്ചു കൊടുത്തു തുടങ്ങി അല്ലേ. ആ പ്രൊഡക്റ്റുകൾക്ക് പാക്കിംഗ് ഒക്കെ നല്ല അട്രാക്റ്റീവ് ആയിരുന്നു. പാക്കിംഗ് ഒക്കെ അട്രാക്റ്റീവ് ആണ്. അപ്പൊ കണ്ടപ്പോൾ ഇവര് പറഞ്ഞു, ഇതൊക്കെ ഞങ്ങൾ വാങ്ങാം, ഞങ്ങൾക്ക് പെട്ടെന്ന് വാഷ്റൂമിലേക്ക് പോകേണ്ടതുണ്ട്, അപ്പൊ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടോ ചോദിച്ചു. അപ്പൊ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം? 10 മിനിറ്റ് ഇവിടെ ഡയറക്റ്റ് പോയാൽ 11ാമത്തെ വീട് നമ്മൾ ആരുടെ വീടാ? അഡ്മിനിസ്ട്രേറ്ററുടെ വീടാണ്. അപ്പൊ നിങ്ങൾ അവിടെ പോയിക്കോ, ഞങ്ങൾ വണ്ടി യൂസ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ. കാർ കൊടുത്തു വിട്ടു. എന്നിട്ടോ ആ വരുന്ന വഴിക്ക് ആ കാറ് റിപ്പയർ ആയി. നമ്മൾ എന്ത് ചെയ്യും? നമ്മള് പണ്ട് സിനിമയിലൊക്കെ കണ്ടുമാതിരി വെറുതെ ബോണറ്റൊക്കെ തുറന്നു നോക്കും അല്ലേ. അത് മാത്രം മതിയോ? ഇല്ല, ഇത് ശരിയാക്കണ്ടേ. ശരിയാക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഒരാളെ വിളിച്ച് ഇവിടുന്ന് വരിക സർവീസ് സെന്ററിൽ അല്ലേ. അപ്പൊ സർവീസ് സെന്ററിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ആളെ വിളിച്ചു വരുത്തി. സർവീസ് സെന്ററിൽ നിന്ന് ആള് വന്നു. സർവീസ് സെന്ററിൽ നിന്ന് ആള് വന്നതും അവിടെ എന്ത് സംഭവിച്ചു എന്നറിയോ? ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് ഫുള്ള് പുകയായി, ഫുള്ള് പൊല്യൂട്ടഡ് ആയി. അവിടെ ഫുള്ള് പുക വന്നു. ആ പുക വന്ന് കാർ കൊണ്ട് ഇവർ തിരിച്ചു വന്നപ്പോ അവര് പറഞ്ഞു, ഇതൊന്നും ഞങ്ങൾ എടുക്കില്ല, ഞങ്ങൾക്ക് കാർ ശരിയാക്കി തരണം, അല്ലെങ്കിൽ കാറിന് ക്യാഷ് തരണം എന്ന് പറഞ്ഞു. കാർ ശരിയാക്കി യാതൊരു വഴിയില്ല. അപ്പൊ അവരെന്ത് തീരുമാനിച്ചു എന്നറിയോ? അവര് ഈ കാറിനെ വിൽക്കാൻ തീരുമാനിച്ചു, സെല്ല് ചെയ്യാൻ അവരെന്ത് ചെയ്തു അറിയോ? OLX ഉണ്ടല്ലോ, നമ്മുടെ OLXൽ പരസ്യം കൊടുത്തു, ഈ കാർ വിൽക്കാനുണ്ട്, ആരും വാങ്ങാൻ താല്പര്യം ഉണ്ടോന്ന്. ആ പുകയൊക്കെ പ്രശ്നമുണ്ട് അല്ലേ. അപ്പൊ ഇത് കണ്ടിട്ട് അവരെ ചൈനയിൽ നിന്ന് 2 ആളുകൾ വരിക. ചൈനയിൽ 2 സുന്ദരികളായിട്ടുള്ള ഡിപ്രേഷി അമ്മൂട്ടി എന്ന പേര്, 16 വയസ്സുള്ള കുട്ടികളാട്ടോ. 16 വയസ്സുള്ള ഡിപ്രേഷി അമ്മൂട്ടി വരികയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഡിപ്രേഷി അമ്മൂട്ടി വരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ഈ കാറ് വാങ്ങാൻ വേണ്ടിയിട്ട്. അവർക്ക് കാറ് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു. പുകയൊക്കെ ഉണ്ട്, എന്നാലും കാർ അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാർ ഇഷ്ടപ്പെട്ടു അവർക്ക്. പക്ഷെ കയ്യിൽ ക്യാഷ് നമ്മൾ പറഞ്ഞത് അത്ര ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് പലിശക്ക് കിട്ടുമോ നോക്കി, ഇൻട്രസ്റ്റ് കിട്ടുമോ നോക്കി. ഇൻട്രസ്റ്റ് ഒരു ഫിനാൻസ് കമ്പനിയുടെ അടുത്ത് പോയി. ഇവരെ മുത്തൂറ്റൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അടുത്ത് പോയി. പക്ഷെ അവര് ഫോറിനേഴ്സ് അല്ലേ, അവർക്ക് ക്യാഷ് കൊടുക്കാൻ അവർ വില്ലിങ് ആയിരുന്നില്ല. അപ്പൊ അവർ തിരിച്ചു പോയി, അവർ വാങ്ങിയില്ല. നമ്മൾ ആകെ പ്രതീക്ഷയായിരുന്നു അല്ലേ, ഒരു കാർ വിറ്റ് വാങ്ങാനുള്ള ആളുകളായിരുന്നു, അവർ വാങ്ങിയില്ല. ഇനി കുറച്ച് കഴിഞ്ഞ് ഇവര് വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോ അവര് 10-18 ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സ് എല്ലാരും കൂടി നോക്കി ഇത് എങ്ങനെ ശരിയാക്കാം. അപ്പൊ അവര് ഫ്രണ്ട്സ് പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കാം, ഇത് ശരിയാക്കാൻ പറ്റുമോന്ന് റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോന്ന് നമുക്ക് നോക്കാം, ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ അവരെല്ലാരും കൂടി ജോയിന്റ് ആയിട്ട്, ഫ്രണ്ട്സ് എല്ലാം ജോയിന്റ് ആയിട്ട് എന്ത് ചെയ്തു? ഒരുമിച്ച് എല്ലാരും കൂടിയിട്ട് ആ കാറ് നന്നാക്കി എടുത്തു. ഓക്കെ, ആ കാറ് നന്നാക്കി അടിപൊളി കാറായിരുന്നു. അതിന് അവര് പേര് കൊടുത്തത് എന്താ അറിയോ? റോയൽ 20. i20 ഒക്കെ പോലെ റോയൽ 20 എന്നാണ് പേര് കൊടുത്തത്. റോയൽ 20 എന്നാണ് പേര് കൊടുത്തത്. ആ റോയൽ 20 എന്ന് പേര് കൊടുത്ത കാറിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള കാറായിരുന്നു അവര് മാനുഫാക്ചർ ചെയ്തെടുത്തത്. ഓക്കെ, പക്ഷെ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് 22 lakh ആയിരുന്നു. മാനുഫാക്ചറിങ്ങിന് വേണ്ടത്, അത് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നത് 22 lakh ആയിരുന്നു. അത് അവർക്ക് വല്ലാത്തൊരു ബേർഡനായി. അവര് വല്ലാത്ത ബേർഡൻ, പിള്ളേരല്ലേ, പഠിക്കുന്ന കുട്ടികളല്ലേ അല്ലെ, ആ ബേർഡൻ അവർക്ക് റിമൂവ് ചെയ്യണം, അത് ഒഴിവാക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? അത് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. വീണ്ടും നന്നാക്കി കാറ്, അടിപൊളി കാറാണ്, അത് അവർ വിറ്റു കേട്ടോ. അത് വിറ്റപ്പോൾ അവർക്ക് 24 lakhs കിട്ടി. 24 lakhs കിട്ടിയിട്ടുണ്ട്.